എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രന്തംബോർ ടൈഗർ റിസർവിലെ ഒരു സഫാരിയിലെ വിശേഷങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത്. മധ്യപ്രദേശിലെയും മഹാരാഷ്ട്രയും ടൈഗർ റിസർവിലെ സഫാരിക്ക് ശേഷം രാജസ്ഥാനിലെ രന്തംബോർ ടൈഗർ റിസർവിൽ എത്തിയിട്ടുള്ളത്. മോർണിംഗ് സഫാരിയാണ് ബുക്ക് ചെയ്തത്. രന്തംബോർ ടൈഗർ റിസർവിലെ സഫാരി 10 സോണുകളായിട്ടാണ് ഉള്ളത്. അതിൽ മൂന്നാമത്തെ സോണാണ് സഫാരി ചെയ്യുന്നത്. ഈ കാണുന്നത് രന്തംബോർ ഫോർട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്. ഇവിടം വരെ പ്രൈവറ്റ് വണ്ടികൾക്ക് വരാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ കാട്ടിലൂടെയുള്ള യാത്ര ശരിക്കും ആരംഭിക്കുന്നത്. ക്യാൻഡർ സഫാരിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്യാൻഡറാണ്. കാട്ടിലോട്ട് കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഗൈഡ് പറഞ്ഞു തരികയായി. അങ്ങനെ ഗൈഡിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേട്ട് കാട്ടിലൂടെയുള്ള സഫാരി സ്റ്റാർട്ട് ചെയ്തു. രന്തംബോർ നാഷണൽ പാർക്ക് 1334 സ്ക്വയർ കിലോമീറ്റർ ചുറ്റപ്പെട്ട ഒരു വനപ്രദേശമാണ്. 1980 രന്തംബോർ നാഷണൽ പാർക്ക് ഒരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. രന്തംബോർ നാഷണൽ പാർക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് ചരിത്രങ്ങളും ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് രന്തംബോർ നാഷണൽ പാർക്ക്. തകർന്നു തുടങ്ങിയ കൊട്ടാരങ്ങളും ചരിത്ര സ്മാരകങ്ങളും അവയുടെ അവശേഷിപ്പുകളും അതോടൊപ്പം തന്നെ ഒരു പഴയ അമ്പലവും ഈ നാഷണൽ പാർക്കിൻ്റെ പ്രൗഢി വിളിച്ചോതുന്നതാണ്. എവിടെ സഫാരിക്ക് പോയാലും നമ്മൾ ആദ്യത്തെ നിമിഷങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ടൈഗർ സൈറ്റിങ്ങിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സമയങ്ങളിൽ സാമ്പാ ഡിയറും സ്പോട്ടഡ് ഡിയറും ലങ്കൂറൊക്കെ കിട്ടിയാലും ആരും ഫോട്ടോ എടുക്കാനോ കാണാനായിട്ട് അത്ര ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ കാട് കാണാനായിട്ട്. അങ്ങനെ കുറേ നേരത്തെ സഫാരിക്ക് ശേഷം ഒരുപാട് വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ടൈഗർ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. എന്താണേലും 2 ടൈഗർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ ഒരു വിധത്തിൽ സൂം ചെയ്തിട്ട് ടൈഗറിന് കിട്ടിയിട്ടുണ്ട്. കുറ്റിക്കാടുകളിടയിൽ ഒളിഞ്ഞിരിക്കുകയാണ് ആശാൻ. നമ്മുടെ വണ്ടി ഏറ്റവും പുറകിലായതുകൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള വണ്ടികൾ മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് കിട്ടൂ. ഇവിടുത്തെ ഈ സഫാരിയിൽ ടൈഗർ സൈറ്റിംഗ് കിട്ടിയാൽ എന്തൊരു ഒച്ചപ്പാടും ബഹളമാണെന്നറിയാം. ഡ്രൈവറും ഗൈഡ് പോലും അതിനൊന്നും പറയുന്നില്ലെന്നുള്ളതാണ്. എന്താണേലും അവരുടെ ഒച്ചപ്പാടിനൊരു ഫലമുണ്ടായെന്ന് പറയാം. കാരണം ഒച്ചപ്പാട് കേട്ടിട്ട് ഫ്രണ്ടിലുള്ള ജിപ്സിക്കാരെല്ലാം മുന്നോട്ട് പോകും. അതുകൊണ്ട് കടുവയുടെ വീഡിയോ കുറച്ചെങ്കിലും കിട്ടിയെന്ന് പറയാം. അതും ഒരു ടൈഗർ അല്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്തായിട്ട് വേറൊരാളും കിടപ്പുണ്ട്. ടൈഗർ മേറ്റിംഗ് ആണെന്നാണ്. പൊതുവേ ടൈഗർ മേറ്റിങ്ങിൻ്റെ സമയത്താണ് 2 കടുവകളെ ഒരുമിച്ച് കാണാനായിട്ട് പറ്റുന്നത്. ഒരുപാട് നേരത്തെ വിശ്രമത്തിന് ശേഷം ഒരാൾ ഇത് എണീറ്റ് നടക്കുകയാണ്. മറ്റേ ടൈഗറിൻ്റെ അടുത്തോട്ട് നടക്കുകയാണ്. ഇത് ഫീമെയിൽ ടൈഗറാണ്. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നതാണ് മെയിൽ ടൈഗർ. മേറ്റിങ്ങിനായിട്ട് ഫീമെയിൽ ടൈഗർ അങ്ങോട്ട് പോവുകയാണ്. മറുവശത്ത് നിന്ന് നല്ല വെയിലടിക്കുന്നതുകൊണ്ട് ക്യാമറയിലെ അത്ര വിഷ്വൽസ് ക്ലിയർ അല്ല. വാവ്, അങ്ങനെ ടൈഗർ മേറ്റിങ്ങും കിട്ടി. വളരെ റെയറായിട്ട് കിട്ടുന്ന സൈറ്റിംഗ് ആണ് കേട്ടോ ടൈഗർ മേറ്റിങ്. രന്തംബോർ ടൈഗർ റിസർവിൽ ക്യാറ്റ് ഫാമിലിയിലെ 6 സ്പീഷീസിനെ കാണാനായിട്ട് പറ്റും. ഒരുപാട് നല്ല വിഷ്വൽസ് ഒന്നും പകർത്താനായിട്ട് പറ്റിയില്ലെങ്കിൽ നേരിൽ കാണാനായിട്ട് പറ്റിയല്ലോ. എന്താണേലും അത് തന്നെ ഒരു ലക്ക്. അങ്ങനെ വീണ്ടും സഫാരി ആരംഭിച്ചു. ഏഷ്യൻ ആന്റിലോപ്പുകളിലെ ഏറ്റവും വലിയ ഇനമായ ബ്ലൂ ബുള്ളാണിത്. നീൽഗായ് എന്നും ഇത് അറിയപ്പെടുന്നു. മെയിൽ നീൽഗായ് ആണ് കേട്ടോ ഇത്. സൈസ് നോക്കിക്കേ. സൗത്ത് ഇന്ത്യൻ കാടുകളിൽ പൊതുവെ ഇല്ലാത്ത ഒരു ഇനമാണിത്. എന്താ വലിപ്പം അല്ലേ. ടൈഗർ റിസർവിൽ 10 സോണുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. സൈറ്റിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോൺ എന്ന് പറയുന്നത് 2, 3, 4 ആണ് കേട്ടോ. രന്തംബോർ ടൈഗർ റിസർവിൽ വരാനായിട്ട് സാവായ് മാധാപൂർ ആണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനായിട്ട് വരുന്നത്. അതുപോലെ എയർപോർട്ട് വരുന്നത് ജയ്പൂർ ആണ്. മുൻകൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ രന്തംബോർ ടൈഗർ റിസർവിലെ കാടുകൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡോക്യുമെൻ്ററികളും ഫിലിമുകളും വരെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വൈൽഡ് ലൈഫിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതാണ്. ഒരുപാട് ബേഡ്സിൻ്റെ സ്പീഷീസും ഇവിടെ ഉണ്ട്. 300-ലധികം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഫീമെയിൽ നീൽഗായ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ക്യാൻഡർ വണ്ടിയിലാണ് നമ്മുടെ സഫാരിയെ. ഫുള്ളി ഓപ്പൺഡ് ആണ്. ആദ്യത്തെ സഫാരിയിൽ ഒരുപാട് സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിലും ടൈഗർ മീറ്റിംഗ് മെയിനായിട്ട് കിട്ടിയെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പം വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ സോൺ 3 ഒരു സഫാരിയും പിന്നെ ബഫർ സോണിലൂടെയുള്ള ഒരു ജിപ്സി സഫാരിയുടെ വിശേഷമായിരിക്കും ഉണ്ടായിരിക്കുക. ആ സഫാരിയിൽ എങ്ങനെയാണ് വന്നതെന്നും ബുക്ക് ചെയ്തതും അതുപോലെ എവിടെയാണ് സ്റ്റേ ചെയ്തതെന്നുള്ള മറ്റും ഡീറ്റെയിൽ ആയിട്ട് പറയാവേ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. താങ്ക് യു.